മഴതോരും മുമ്പയുടെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണമോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അലീന. ഇത് കണ്ടിട്ടാണ് നമ്മുടെ വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. വൈജയന്തിക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇവളുടെ ക്വാളിഫിക്കേഷൻ എന്താ? കിടപ്പ് രോഗികളുടെ മലവും മൂത്രവും എടുക്കുന്നതല്ലേ ഇവളുടെ ജോലി എന്ന് പറയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, അത് ചില്ലറ കാര്യമൊന്നുമല്ല മാഡം, അതിന് സ്നേഹം, ത്യാഗം, അനുകമ്പ എല്ലാം വേണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. പിന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മദർ തെരേസ. അതിന് താഴെയാ മറ്റെന്ത് ജോലിയും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന അവിടെ നിന്നും പോവുകയാണ്. എന്നാൽ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ കൃഷ്ണമോള് വൈജന്തിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കണ്? വയറ് നിറച്ച് കിട്ടിയല്ലോ. അലീന ചേച്ചി വന്ന അന്ന് തന്നെ നമ്മുടെ അച്ഛൻ പറഞ്ഞത് അമ്മയ്ക്ക് ഓർമ്മയില്ലേ? ആളും തരം നോക്കി വേണം സംസാരിക്കാനെന്ന്. പക്ഷേ അമ്മ ഇപ്പോഴും അത് പഠിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോൾ അവിടെ നിന്നും പോവാണ്. എന്നാൽ അലീനയുടെ സംസാരം കേട്ടിട്ട് വൈജയന്തി അങ്ങ് വല്ലാതായി നിൽക്കുകയാണ്. രോഹിത് നിന്നും പുറത്തുനിന്ന് കയറി വരുമ്പോൾ നമ്മുടെ ഹരി അവിടെ സിറ്റ് ഔട്ടിലിരിക്കുന്നത് കണ്ടിട്ട് രോഹിത് അത്ഭുതപ്പെട്ടിട്ട് ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ വന്നടാ? അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ ഉച്ചയ്ക്ക് വന്നതാ. എന്നിട്ട് ഇത്രയും നേരം നീ വെറുതെ ഇരുന്നിട്ട് നിനക്ക് ബോറടിച്ചില്ലേ? എനിക്ക് ബോറടിച്ചൊന്നുമില്ല. എങ്ങനെ ബോറടിക്കാനാ? ഇത്രയും നേരം എൻ്റെ അടുത്ത് നമ്മുടെ അലീന ഉണ്ടായിരുന്നല്ലോ. ഇത് കേട്ടിട്ട് നമ്മുടെ രോഹിത് അങ്ങ് അന്തം വിടുവാണ്. എന്ത്? അലീനയോ? അലീന നിൻ്റെ അടുത്തേക്ക് വന്നോ? പിന്നെ അല്ലാതെ അവൾ എനിക്ക് ചായ ഇട്ട് തന്നു. എന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ നിൻ്റെ റൂമിൽ മുകളിലത്തെ നിൻ്റെ റൂമിൽ പോയി ഇരിക്കുമായിരുന്നു. അത് കേട്ടിട്ട് നമ്മുടെ രോഹിത്തിന് വിശ്വാസം വരുന്നില്ല. രോഹിത് ചോദിക്കുന്നുണ്ട്, അതെ നീ വെറുതെ പറയല്ലേ, നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലല്ലേ അവൾ എപ്പോഴും ഉണ്ടാവാറ്, പിന്നെ എങ്ങനെയാ? എന്തൊക്കെ സംഭവിച്ചു എന്നിങ്ങനെ ആകാംക്ഷയിൽ ചോദിക്കുക. അപ്പോൾ ഹരി ഇങ്ങനെ കെട്ടിച്ചമച്ച് ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. രോഹിത്തിനാണെങ്കിൽ ഇത് കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണെന്ന് മനസ്സിലാവുന്നില്ല. അതെങ്ങാൻ വിശ്വസിക്കുകയാണ് രോഹിത്ത്. ഹരി പറയുന്നുണ്ട്, എടാ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് സമയം നിൻ്റെ റൂമിൽ പോയിരുന്നു. കാര്യം ശരിയാ. പിന്നെ കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലൊക്കെ നടന്നുള്ളൂ, അല്ലാണ്ടൊന്നും നടന്നില്ല. എങ്ങനെയാ? അത് ഈ മുത്തശ്ശിയുണ്ടല്ലോ അലീനയെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ അങ്ങ് പോയി എന്ന് പറയാണ്. ഇത് കേട്ട് വായു പൊളിച്ചുകൊണ്ട് നിൽക്കുവാണ് രോഹിത്ത്. ശരിക്കും നീ പറയുന്നതൊക്കെ ശരിയാണോടാന്ന് ചോദിക്കുകയാണ്. പിന്നെ ശരിയല്ലാതെ. പിന്നെ നീ പെട്ടെന്ന് തന്നെ പോവുമെന്ന് ചോദിക്കുന്നുണ്ട് രോഹിത്. ഇല്ല, ഇന്ന് ഞാനിവിടെ ഉണ്ടാകും, നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഇത് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടാണല്ലോ നിൻ്റെ ഈ നിൽപ്പ്, നിൻ്റെ ഈ വരവും, എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഹാരി പെട്ടെന്ന് ചെന്ന് റൂമിൻ്റെ ഡോർ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു ബോക്സ് എടുത്തുകൊണ്ട് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താണെന്ന് അറിയാവോ നിനക്ക്? അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, ഇല്ല. ഇതേ 3 പവൻ്റെ ഒരു റിങ്ങാ, ഇത് ഞാൻ അലീനയ്ക്ക് സമ്മാനിക്കാൻ പോവാ ഇന്ന് രാത്രി. ഇത് കേട്ട് രോഹിത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പൊട്ടത്തരാടായി പറയുന്നു? 3 പവനോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ? അപ്പോൾ ഹരി പറയുന്നുണ്ട്, എന്താടാ ഇങ്ങനെയൊക്കെ തന്നെയാണ് പെണ്ണിൻ്റെ മനസ്സ് നിനക്ക് അറിയാഞ്ഞിട്ടാ. അവൾ 500ൻ്റെ നോട്ടും ഇതുപോലെ സ്വർണം കണ്ടാലും മയങ്ങി വീഴും, അതാ പെണ്ണിൻ്റെ മനസ്സ്. ഇത് കേട്ടിട്ട് രോഹിത് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത് വല്ലതും നടക്കുവാടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഹരി പറയുന്നുണ്ട്, എന്താ നടക്കാത്തത്? ഇതെല്ലാം ഫോണിലൂടെ സംസാരിച്ച് സെറ്റാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന് ആരും ഇവിടെ ഇല്ല, നീ വന്നോന്ന് ഉച്ചയ്ക്ക് പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ തട്ടിവിടുക. അലീനയെക്കുറിച്ച് നുണകളെല്ലാം പറയുന്നത്. പക്ഷേ രോഹിത്തിന് അതൊന്നും വിശ്വാസമാവുന്നില്ല. ഹരി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രോഹിത്തെ നീ ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്തിട്ട് വരണം. എന്നിട്ട് ഈ ബെഡിലേക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വീഴണം. അപ്പോൾ അവൾ വന്നിട്ട് നിൻ്റെ നെറ്റിയിൽ ബാം പുരട്ടിത്തരും. ആ ബാം പുരട്ടിത്തരുന്ന സമയത്ത് അവളുടെ കയ്യിൽ കയറി പിടിച്ച് ഒരു ഉമ്മ കൊടുക്കണം. അപ്പോൾ എന്നിട്ട് പറയണം, എൻ്റെ അമ്മ പോലും ഇങ്ങനെ ചെയ്യാറില്ലെന്ന് പറയണം. ആദ്യത്തെ ഡയലോഗ് അങ്ങനെ ഇരിക്കട്ടെ. പിന്നീട് അവൾ ഇതും അവളുടെ മനസ്സിലിട്ടുകൊണ്ട് പെരിപ്പിച്ചോളും. പിന്നെ നിങ്ങൾ അങ്ങ് സെറ്റായിക്കോളും. അങ്ങനെയൊക്കെ തന്നെയാടാ എന്ന് പറയുമ്പോൾ നമ്മുടെ രോഹിത് അന്തം വിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടാ പറയുന്നത്? അലീന അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണോ? അപ്പോൾ ഹരി പറയുന്നുണ്ട്, എടാ നിനക്ക് അവളെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ, അവൾ അങ്ങനെയുള്ളൊരു പെൺകുട്ടി തന്നെയാ. ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാ. പ്രത്യേകിച്ച് അവർ ആരുമില്ലാത്ത പെൺകുട്ടിയല്ലേ, അനാഥ. അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. പിന്നെ അവൾക്ക് ഇപ്പോൾ ഉള്ളത് നമ്മളൊക്കെയാണ്, നമ്മളുടെ സ്നേഹവും. അവൾ ഈ പണിയെല്ലാം കഴിഞ്ഞിട്ട് വല്ല കളക്ടർ ഉദ്യോഗത്തിനും പോവോ? ഇല്ലല്ലോ. പിന്നെ അവളുടെ ഭാവി എന്താവും? ഒന്നുമില്ലടാ. അവൾ എന്നും ഈ ജോലിക്കാരി ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ അവൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുകയും ചെയ്യും.
ഇതൊക്കെ കേട്ടിട്ട് രോഹിത്തിന് ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. രോഹിത് ചോദിക്കുന്നുണ്ട്, എടാ ഇതൊക്കെ നിൻ്റെ തള്ളാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താന്ന് വെച്ചാൽ ആ അലീനയുണ്ടല്ലോ, അലീനയുടെ മുഖത്തേക്ക് നോക്കിയാൽ അവളുടെ ചിരിയോ കളിയോ തമാശകളോ ഒന്നും ഒന്നും ഒരു വേണ്ടാത്ത രീതിയിലല്ല. ഒരു നോട്ടം പോലും വേണ്ടാത്ത രീതിയില്ല. ഇത്രയും പെർഫെക്റ്റായ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എൻ്റെ ജീവിതത്തിൽ. അങ്ങനെയുള്ള ഒരാളെ പറ്റിയാണ് നീ പറയുന്നത്. ഇത് കേൾക്കുന്ന ഹരിക്ക് പെട്ടെന്നൊരു ഇത് വരുന്ന മുഖത്തൊരു ഭാവവ്യത്യാസം വരുന്നുണ്ട്. ഇവ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ. പെട്ടെന്ന് ഹരി പറയുന്നുണ്ട്, എടാ നീ വിശ്വസിക്കുന്നില്ലേ വിശ്വസിക്കണ്ട. എന്തായാലും ഇന്ന് രാത്രി ഞാൻ ഈ റിങ് അവളുടെ വിരലിൽ അണിയിച്ചു കൊടുക്കും, നീ കണ്ടോ എന്ന് പറഞ്ഞ് രോഹിത്തിനോട് പറയുക. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയ് നീ എക്സ്ട്രാ ചപ്പാത്തി കഴിക്കുന്നതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാട്ടോ, നിൻ്റെ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം, കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹരി പറയുന്നുണ്ട്, അത് അങ്കിള് പറയുന്നത് ശരിയാ. ഒരു 10 വർഷം മുന്നേ വൈജയന്തി ആൻറ്റിയെ കാണാൻ എന്തൊരു ഭംഗിയായിരുന്നു, ഇപ്പോഴും അങ്ങനെയാണോ? അത് കേട്ടിട്ട് നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ആ ശരിയാ, ഇവൾ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നേ ഇല്ല. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ശ്രമിക്കുന്നുണ്ട്, ഓൺലൈനിൽ തപ്പിക്കൊണ്ടിരിക്കുക, അതിനുള്ള ഒറ്റമൂലി എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഓ നീ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലേ, അപ്പോഴും നിനക്ക് എക്സസൈസ് ചെയ്തിട്ട് കുറയ്ക്കാനുള്ള ഭാവമില്ല, ഒറ്റമൂലി നോക്കുവാണ്. ഓ അതെന്തായാലും നന്നായി. ഇത് കേട്ടിട്ട് നമ്മുടെ കൃഷ്ണമോൾ ചിരിക്കുന്നുണ്ട്. എന്താടി നീ ചിരിക്കുന്നതെന്ന് വൈജ് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അല്ല ഈ പറയുന്ന ആളും കണക്കാ. അത് കേട്ടിട്ട് ബാലൻ പറയുന്നുണ്ട്, ഓ പിന്നെ ഞാനൊരു 2 കിലോ എങ്ങാനും കൂടി കാണും, അത് ഞാൻ വിചാരിച്ചാലും കുറയ്ക്കാൻ കഴിയുന്നതേ ഉള്ളൂ, നീ അങ്ങനെ ചിരിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹരി പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകിയിട്ട് പതുക്കെ നമ്മുടെ മുത്തശ്ശിയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശി നല്ല ഉറക്കമാണ്. മുത്തശ്ശി അറിയാതെ പതുക്കെ ഡോറ് തുറന്ന് ബാഗിൽ നമ്മുടെ അലീനയുടെ ബാഗിൽ ഈ മോതിരം ഒളിപ്പിച്ച് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. രോഹിത്താണെങ്കിൽ നമ്മൾ ഹരിയെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്ത് പറ്റി, എന്താ സംഭവിച്ചതെന്നിങ്ങനെ പറയുന്നുണ്ട്. നീ ഇങ്ങോട്ട് വാടാ, അവരൊന്നും പറയുന്നത് കേൾക്കേണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് സംസാരിക്കുകയാണ്. ഹരി പറയുന്നുണ്ട്, അതെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് രാത്രി സമയം പറഞ്ഞിട്ടുണ്ട് റൂമിലേക്ക് വരാൻ, അവളെ ഡോറ് തുറന്നു വെക്കാമെന്ന് പറഞ്ഞിരിക്കുക. അവളതിന് സമ്മതിച്ചോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നിങ്ങനെ രോഹിത് പറഞ്ഞിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഹരി പറയുന്നുണ്ട്, എടാ ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ, എടാ കൊല്ലപ്പിള്ളിയിലായിരുന്നപ്പോഴേ അവളെ ഞാൻ മെരുക്കിയെടുത്തതാ. ആദ്യം കുറച്ച് മാന്തും ചവിട്ടമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ 500-ൻ്റെ നോട്ട് കണ്ടപ്പോഴുണ്ടല്ലോ അവൾ അതിലങ്ങ് മയങ്ങി വീണു. ഇത് കേട്ടിട്ട് രോഹിത് പറയുന്നുണ്ട്, ദേ നീ വെറുതെ പറയണ്ട, നീ ഇതൊക്കെ തള്ളാ, എനിക്കങ്ങനെയാ തോന്നുന്നത്, നീ വേണമെങ്കിൽ വിശ്വസിക്കണം. ഞാനിങ്ങനെ കൈ ഞൊടിച്ചാലുണ്ടല്ലോ അവൾ എൻ്റെ കാൽ ചുവട്ടിലും എത്തുമായിരുന്നു. പക്ഷേ കൊല്ലപ്പിള്ളിയിൽ അതിന് ചാൻസ് കുറവായിരുന്നടാ, അവിടെ എല്ലാവരും ബോധിപ്പിക്കണ്ടേ. പിന്നെ അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, എന്നാൽ നിനക്ക് അവളോട് ഇങ്ങോട്ട് മുകളിലത്തെ റൂമിലേക്ക് വരാൻ പറയായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, ഏയ് അതിന് പറ്റത്തില്ല, രാത്രി ആരെങ്കിലും കണ്ടാൽ സംശയിക്കില്ലേ, അവൾ എന്ത് കാരണം പറയും, നമ്മുടെ താഴെ റൂമിൽ എവിടെയെങ്കിലും ഹാളിലോ അടുക്കള കിച്ചണിലേക്കൊക്കെ വരാൻ പറഞ്ഞാൽ എന്തെങ്കിലും വെള്ളമെടുക്കാനോ എന്തിനെങ്കിലുമൊക്കെ വന്നതാണെന്ന് അവൾക്ക് പറയാം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു ഹരി ഓടി ചെന്നിട്ട് സ്റ്റെയർ കേസിന് താഴേക്ക് എത്തിച്ചു നോക്കുക, താഴെ ഹാളിലേക്ക്. അപ്പോൾ ശരി, ഞാൻ അവരൊക്കെ ഉറങ്ങിയോ എന്താണെന്ന് നോക്കിയിട്ട് വരാം എന്ന് രോഹിത്തിനോട് പറഞ്ഞ് പതുക്കെ സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ രോഹിത്തിന് ഇതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. തന്നോട് അലീന ഇത്രയും മര്യാദയോടും ബഹുമാനത്തോടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഇവനിത് എന്താണ് ഈ പറയുന്നതെന്ന് രോഹിത്തിന് മനസ്സിലാവുന്നില്ല. അലീന റൂമിൽ പായ വിരിക്കുകയാണ്, ഉറങ്ങാനായിട്ടുള്ള സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. പതുക്കെ ഹരി പിറകിൽ വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് അലീന കാണുന്നുണ്ട്. എന്താ നീ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഓ അപ്പോൾ നീ പേടിച്ചോ? അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ എന്ന് അലീന പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് കേട്ട അലീന, ഞാൻ പറഞ്ഞതും നിനക്ക് ഓർമ്മയുണ്ടല്ലോ, നിൻ്റെ മനസ്സിലത് എപ്പോഴും ഇരിക്കണം. അപ്പോൾ ഹരി പറയുന്നുണ്ട്, അതെ ഞാൻ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുത്തിട്ടേ ഉള്ളൂ, എങ്ങനെയും ഞാൻ നേടിയെടുക്കും. പിന്നെ ഞാൻ വിചാരിച്ചാൽ ഇവിടെ പലതും സംഭവിക്കും. നാളെ നിന്നെ ഇവിടെ നിന്നും ഒഴിവാക്കണമെങ്കിൽ അതും എനിക്ക് കഴിയും. നന്നാവണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം. ഇത് കേട്ട് അലീന പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചാലും ഇവിടെ പലതും നടക്കും. നന്നാവണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കേ. പെട്ടെന്ന് സൗണ്ട് കേട്ട് അച്ഛമ്മ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്.
ആരാ ആരാ മോളെ അത് എന്ന് ചോദിക്കുകയാണ്. ഉടനെ ഹരി പറയുന്നുണ്ട്, എനിക്ക് രാവിലെ ഒരു ലെമൺ ടീ വേണമെന്ന് ഇവളോട് പറയുമായിരുന്നു, നാരങ്ങയ്ക്ക് പിഴിഞ്ഞിട്ടുള്ള ടീയേ. ഇത് കേട്ടിട്ട് ആ മുത്തശ്ശി പറയുന്നുണ്ട്, ഏയ് നീ അതല്ലല്ലോ പറഞ്ഞു, വേറെ എന്തോ അല്ലേ പറഞ്ഞത്. ഉടനെ ഹരി മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, വയസ്സായാലും ചെവിക്ക് നല്ല കേൾവിയാ അല്ലേ എന്ന്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതേടാ. ഉടനെ തന്നെ ഹരി അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോകുന്നതും നമ്മുടെ വൈജയന്തി അങ്ങ് റൂമിലേക്ക്, അമ്മയുടെ റൂമിലേക്ക് കയറി വരിക. ഹരിയും വൈജയന്തിയും ഒന്ന് പരസ്പരം നോക്കുന്നുണ്ട്. വൈജയന്തി ആണെങ്കിൽ ഹരിയെയും നമ്മുടെ അലീനെയും മാറി മാറി നോക്കുവാണ്. ഹരി പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. വൈജയന്തി അലീനയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടി അവൻ വന്നേ? എനിക്കറിയില്ല. പിന്നെ അവൻ്റെ സംസാരം കേട്ടല്ലോ. ഇത് കേട്ട് അലീന ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അമ്മ അകത്തുനിന്നും വിളിച്ച് പറയുന്നുണ്ട്, അലീനെ അവനത്ര ശരിയല്ല കേട്ടോ. ഇത് കേട്ട് വൈജയന്തി പറയുന്നുണ്ട്, അതെ, വീട്ടിൽ ശരിയല്ലാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ ഇവിടുത്തെ ആണുങ്ങളും ശരിയാവത്തില്ല. ഓ, നന്നായി പോയി എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഉടനെ വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, വാതിലടച്ച് കിടന്നോ നീ. അമ്മേ, ഗുഡ് നൈറ്റ്.